ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നിവിൻ പോളി, മമിത ബൈജു ഇവരെല്ലാം സ്റ്റാറിംഗ് ആയിട്ട് ഏറ്റവും പുതിയ സിനിമ ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇത് വൺ ടീം ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇതിൽ ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയുണ്ട്. എനിക്ക് തോന്നുന്നു നിവിൻ പോളിയുടെ റിയൽ കംബാക്ക് ഈ സിനിമയോട് കൂടി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ട്രെയിലർ റിയാക്ഷനിലോട്ടേക്ക് ഒട്ടും സമയം വൈകാതെ കടക്കാം. 2005 കാലഘട്ടത്തിലൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. കൺവേർട്ട് ചെയ്തിട്ട് നെറ്റിൽ അപ്ലോഡ് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങളെ പോലുള്ളവർ അപ്ലോഡ് ചെയ്ത പാട്ടുകളാണ് പിന്നീട് ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയത്. ഓണത്തിന് ഇറങ്ങുകയാണ്, മസ്റ്റ് വാച്ചാ. ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ. ഫ്രം ദ ഡയറക്ടർ ഓഫ് സൂപ്പർ ശരണ്യ, പ്രേമലു എല്ലാം ഉണ്ട്. അയാം കാതലിന് മാത്രമാണ് അതിൽ അധികം വിജയിക്കാത്തൊരു സിനിമ. പ്രൊഡ്യൂസറിന്റെ ടീമാണെങ്കിൽ പറയണ്ട. വിഷ്ണു വിജയ് മ്യൂസിക്കൽ. കണ്ട ചാർജ് ചെയ്യണ്ട. എപ്പോഴും ഒരു മെലങ്കോളിക് പാവടാ. അത് നീ ഈ അടുത്തുള്ളപ്പോഴായിരിക്കും, അല്ലാത്ത സമയത്തൊക്കെ കളിച്ചിരിച്ച് കിടക്കാനുള്ള കൊച്ചി. സന്ദീപ് പ്രതാപ് നിവിൻ പോളി കൂട്ടുകെട്ടിലൊരു സിനിമ വന്നിട്ടില്ലല്ലോ അല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആള് കുറവുണ്ടോടി? ആശ്ലീനൊന്നും കണ്ടില്ല. വെടിവെച്ച പൊട്ടാത്ത കാര്യം പറയാ നീ കുലിക്കും. ഗിരീഷ് ഷേഡി ആണ് റിട്ടേൺ. നമ്മളല്ലാതെ വേറെ ആരും കാര്യം അറിയാൻ പാടില്ല. അങ്കമാലി പരിസരം നമ്മൾ തികച്ചും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. അതിന് നമ്മൾ സ്ട്രേഞ്ചേഴ്സ് അല്ലല്ലോ, പരിചയക്കാരല്ലേ. പരിചയം പോലും വേണ്ടാണെന്ന് ഉദ്ദേശിച്ചത്. അതിന് നീ എന്നെ ഇങ്ങനെ ഗോസ്റ്റ് ചെയ്യുന്നു വിചാരിച്ചു. പക്ഷെ ഞാൻ നിന്നെ ഓർബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓർബിറ്റോ? ഇതൊക്കെയല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാഷ. ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. ഗിരീഷ് ഷേഡി ഫിലിം. ഇത് ഞാൻ മറന്നോളാം. ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഓഗസ്റ്റ് 21 ഈ സിനിമ വരും ഗൈസ്. അത് സംഭവം സൂപ്പർ. മാർക്ക് മൈ വേർഡ് ഗൈസ്, ഈ ഓണം ഈ സിനിമ 150 കോടിയെങ്കിലും മിനിമം അടിക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഉറപ്പെന്ന് വെച്ചാൽ 100% ഉറപ്പ്. ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിവിൻ പോളിയുടെ ഒരു ഓൾഡ് ചാം അതിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ മമിത ബൈജു, ബാക്കിയുള്ള എല്ലാവരുടെയും കോംബോ ഭയങ്കര രസമുണ്ട്. ഭയങ്കര ആ ട്രെയിലർ കണ്ടിരിക്കാൻ തന്നെ നല്ലൊരു രസം തോന്നുന്നുണ്ട്. അത് തിയേറ്ററിലും ഉറപ്പായിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഒരു സംശയമില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഖലീഫ മൂവിയെ വരെ ഇത് കടത്തി വെട്ടാൻ സാധ്യതയുണ്ട്. എത്ര ഭയങ്കര സ്റ്റൈലിഷ് കംബാക്കായിട്ട് പൃഥ്വിരാജ് വരാൻ നോക്കിയാലും ഈ ഒരു ചാമ് തരുന്ന ഈ ഒരു ഓൾഡ് നൊസ്റ്റാർജിയ വിൽക്കുന്ന ഈ ഒരു പടം ചിലപ്പോൾ അതിനെല്ലാം കടത്തി വെട്ടുന്ന എനിക്ക് തോന്നിയിട്ടില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത കാലത്തൊന്നും നിവിൻ പോളിൻ്റെ ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു സിനിമയുടെ ട്രെയിലറും സെറ്റിങ്സും ഒന്നും കണ്ടിട്ടില്ല. അതും ഈ കോമ്പിനേഷൻ ഡയറക്ടറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗംഭീരം. റൈറ്റർ ആയിക്കോട്ടെ, അതുപോലെ പ്രൊഡ്യൂസേഴ്സ്, വെറുതെ ഒരു സിനിമ വെച്ച് ചെയ്യുന്ന ആൾക്കാരല്ല അവർ. അപ്പോൾ അങ്ങനെ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഇതൊക്കെയാണ് ട്രെയിലർ കണ്ടിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻസ് ആയിട്ടിടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.